അംഗീകരിക്കുന്നത് മുറുകെ പിടിക്കണം. അതിനെ ഷേക്ക് ചെയ്യരുത്. കാരണം നമ്മുടെ അകത്തെ ബലഹീനത്തെ അവൻ കണ്ടിട്ടുണ്ട്. ആ കുറവുകൾ വന്നു, അതിനെ അവൻ എതിർത്തു നിന്നു. അത് വിചാരിക്കുന്ന ഒരു രൂപത്തില്ല. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്രാർത്ഥനയിലും ആത്മാവിലും പൂർണ്ണനായി അത് കിട്ടിയോ. ഒരു പ്രാവശ്യം ഓവർടേക്ക് ചെയ്യരുത്. നോക്കിയാട്ട് ആദ്യം അവന്റെ അകത്ത് കുറവുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് എന്ത് പറഞ്ഞു. ആദ്യം നിന്റെ ഹിതമാണെങ്കിൽ ഇത് മാറ്റണമേ. അത് ബലമാണോ കുറവാണോ? ദൈവത്തിന്റെ ഹിതം അറിയാമോ അതോ ഇല്ലയോ? അറിയാം. എന്നാൽ അവൻ എന്ത് ചെയ്തു? അവൻ വചനത്താൽ നമ്മളെ പഠിപ്പിച്ചു. പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ബലഹീനെ ആശ്രയിച്ച് ജീവിതം കാഴ്ചവെച്ചാൽ ഒരു പ്രാവശ്യം പാപം ചെയ്തില്ല. He is leading as an example by Holy Spirit. അവൻ എന്ത് ചെയ്തു? അവന്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥനയോടെ വേദനയോടെ പ്രാർത്ഥിച്ചു. അവന് ദ ലാസ്റ്റ് മിഷൻ. ഇവിടെ ഒരു വാക്കുണ്ട്, അവന്റെ വേർപ്പ് എന്തുവായിത്തീരുന്നു? രക്തമായി. ഞാൻ ആ ബലഹീനതയെ മറികടക്കും. അതിനുശേഷം കാണുന്നത് ദൂതം വന്ന് എന്ത് ചെയ്തു? ബലപ്പെടുത്തി. So he never gave up to weakness. ഒരു പ്രാവശ്യം പോലും അവന്റെ കുറവുകളെ ഒരു വിചാരത്തെ പോലെ വിരോധിയായി വന്നു. പക്ഷെ അതിന്മേലൊക്കെ അവൻ ജയിച്ചു. ഇന്ന് തൊട്ട് സകലരും ശത്രു നിന്റെ നേരെ നിന്ദിക്കുമ്പോൾ സമയം വ്യർത്ഥമാക്കാതെ അവന്റെ കൃപയെ നിങ്ങൾ പിടിക്കണം. ഉടനെ ബലം പ്രാപിച്ച് ജാഗ്രതയോടെ മുമ്പോട്ട് തന്നെ പോകണം.